ഒരു റൈറ്റ് ടൈമാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി അല്ലെങ്കിൽ 2 വർഷമായി നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലഘട്ടമാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, എനിക്ക് എൻ്റെ ഒരു മോളാണുള്ളത്. എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ പാരമ്പര്യം എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. അത് വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമേ എൻ്റെ മകളുടെ വിവാഹം നടത്തൂ. നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇനി ഏത് കമ്പനിയാണ് നല്ലതെന്ന് പറഞ്ഞത് ആളുകൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആദ്യം വരുന്ന പേര് eBay ടൂറിയത്തിന്റെ ആയിരിക്കും. കാരണം ഇത്രയും ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇത്രയും VIP ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ ഒരേ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അത് eBay ടൂറിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. കാരണം നിങ്ങൾ വേറെ ഏത് നെറ്റ്വർക്ക് കമ്പനി എടുത്ത് നോക്കിക്കോ, ആ വീട്ടിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരേണ്ടി വരും. പക്ഷേ eBay ടൂറിയത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഏത് വീട്ടിൽ, കാരണം ജീവനുള്ള ഏതൊരു വ്യക്തിക്കും കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതൊരു നിസ്സാര കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം നമ്മള് പല കമ്പനികളെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്ലാൻ, അതിന്റെ ഇൻകം പ്ലാൻ, ഇതൊക്കെ പറയാണ്ട് ശരിക്കും റബ്ബർ തോട്ടത്തിൽ പന്ത് കളിക്കുന്ന രീതിയിലായിരിക്കും. കാരണം അത് എല്ലായിടത്തും ഗോൾ പോസ്റ്റ് എന്നുള്ള രീതിയിൽ ആ കമ്പനിയെ കുറിച്ച് പഠിക്കാൻ, അതിന്റെ പ്ലാനിനെ കുറിച്ച് പഠിക്കാൻ എല്ലാം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടണം. ഇവിടെ ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യാവുന്ന ഒരു പ്ലാനാണ് eBay ടൂറിയത്തിനുള്ളത്. അതേ പ്രൊഡക്റ്റിന്റെ ഡെമോ ഏതൊരു സാധാരണ വ്യക്തിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ. അപ്പോ ദൈവാധീനം കൊണ്ട് പിന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ MD-നെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം നെറ്റ്വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല eBay ടൂറിയം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഏതൊരു കമ്പനിയിലും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് പാർട്ട് സ്ട്രോങ് ആയിരിക്കണം. സാധാരണ ഏത് കമ്പനികളും പൊളിഞ്ഞു പോകുന്നത് വരുന്ന ഇൻകം വെച്ചിട്ട് ആ കമ്പനി റൺ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ആ കമ്പനി പൂട്ടിക്കളയുന്നത്. ഇവിടെയാണ് eBay ടൂറിയത്തിന്റെ പ്രത്യേകത. 18 വർഷം വിജയകരമായി പ്രവർത്തനം നടത്തി അവർ ആവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി, ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ പോകുന്ന ഒരു കമ്പനി. ഒരു 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ബിസിനസ് ഒക്കെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം നമ്മളുടേതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കമ്പനിയിൽ മാത്രം വെറും 323 പേർ കംപ്ലീറ്റ് ചെയ്താൽ 1 വർഷം കൊണ്ട് നമുക്കൊരു 25 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഒരു 600 ചില്ലാനം പ്രൊഡക്റ്റ് പെയർ കംപ്ലീറ്റ് ചെയ്താൽ 50 ലക്ഷം ഉണ്ടാക്കാം. 1321 പെയർ കംപ്ലീറ്റ് ചെയ്താൽ 1 കോടി രൂപ. ഇന്ന് കേരളത്തിൽ ഏകദേശം 3 ലക്ഷത്തോളം ആളുകളെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഇതൊന്ന് ആലോചിക്കും, നമ്മുടെ ലിസ്റ്റ് ശരിയാക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ടീമൊന്നും ഉണ്ടാക്കണ്ടെന്നേ, ടീമൊക്കെ തന്നെത്താനെ വന്നേക്കും. നമ്മൾ 1 വർഷം കൊണ്ട് ഒരു 323 പെയർ പ്രൊഡക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചിന്തിച്ചാൽ 25 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. വേറൊരു കമ്പനിയിലും അത് സാധിക്കില്ല. ഞാൻ ഏതായാലും അധികം നീട്ടുന്നില്ല. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് എന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ചെത്തിയ കുമ്പളങ്ങി സ്വദേശിയായ PK വിനോദ് സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം KSEB എഞ്ചിനീയർ ആയിരിക്കാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ചിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദർ ചോദിച്ചു, എടാ നിനക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്ന്. ഒന്ന് ആലോചിച്ച്, KSEB ഒരു എഞ്ചിനീയർ ആണ്, ജോലി രാജിവെച്ചിട്ട് ആളെ പിടിക്കുന്ന പരിപാടിക്ക് ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും പറയുകയാണ്, നിനക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ? കാരണം നെറ്റ്വർക്കേഴ്സിനെ ആ രീതിയിൽ കാണുന്ന കാലഘട്ടം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ദാന ബാങ്കിൽ സീനിയർ മാനേജർ ആയിരുന്നു. അദ്ദേഹം അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം അച്ഛൻ ഈ 30 വർഷം ബാങ്കിൽ പണിയെടുത്തിട്ട് എന്തുണ്ടാക്കി? അദ്ദേഹം റിട്ടയർ ആയി പോന്നപ്പോൾ ഏകദേശം 90 ലക്ഷം രൂപയാണ് അന്ന് കിട്ടിയത്. അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും എന്നും പറഞ്ഞ് ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഏകദേശം 3.5 കോടിയോളം രൂപയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ അദ്ദേഹം അന്ന് നേടിയത്.
അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് 1 കോടി ഉണ്ടാക്കാനായിട്ട് 1321 പേർ കംപ്ലീറ്റ് ചെയ്താൽ മതി. വിനോദ് സാറ് അന്ന് 3.5 കോടി രൂപ നേടിയത് ഏകദേശം 35,000 പെയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് 3.5 കോടി. ഇന്ന് കാലഘട്ടം മാറി. വെറും 1321 പേർ കംപ്ലീറ്റ് ചെയ്താൽ ഏതൊരാൾക്കും ഒരു കോടീശ്വരനായിട്ട് മാറാൻ സാധിക്കും. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസും നല്ല ട്രെയിനർ എങ്ങനെ നമുക്ക് ഈ വരുന്ന വർഷങ്ങളിൽ വിജയകരമായി ഒരു കോടീശ്വരനിലേക്ക് എത്താൻ സാധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വിനോദ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിനോദ് സാർ, വെൽക്കം. താങ്ക് യു ജയൻ. Am I audible? കേൾക്കാമോ? യെസ് സാർ, യെസ്, ഓഡിബിൾ. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈബർട്ടോറിയം ഫാമിലിയിലേക്ക് ഹാർദമായിട്ട് ഞാനും സ്വാഗതം ചെയ്തു. ഇന്ന് ഈ അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമുക്ക് എപ്പോഴും ആവേശം ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട ഡാനി സാറും അതുപോലെ മനോജ് സാറുമാണ് ഈ സൂം പ്ലാറ്റ്ഫോമിനെ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയം. ആശയവിനിമയം ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ ബിസിനസ് ജീവിതത്തിലാവട്ടെ, ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലേ. പക്ഷെ ആശയവിനിമയം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും എത്രത്തോളം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ ഏറ്റവും കാതലായ 4 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഒരു ടീമിനെ നമ്മൾ ഫോം ചെയ്യുന്നതാണ്. രണ്ടാമത് ആ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മാനേജ് ചെയ്യുന്നതാണെങ്കിൽ നാലാമത്തത് എന്ന് പറഞ്ഞാൽ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏത് വ്യക്തിയും ഒരു സക്സസ്ഫുൾ ലീഡറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ 4 ഘട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ ടീമും കടന്നു പോകും. അങ്ങനെ ആ 4 ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം വ്യക്തിപരമായും ടീം ലെവലിലും അദ്ദേഹം എൻഹാൻസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ആശയവിനിമയത്തിനുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഇതൊരു സ്കില്ലാണ്. സ്കില്ലും ടാലന്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചില വ്യക്തികൾക്ക് വളരെ മനോഹരമായിട്ട് പാട്ട് പാടാൻ പറ്റും, ബൈ ബർത്ത് തന്നെ പാട്ട് പാടാൻ പറ്റും, ചിത്രം വരയ്ക്കാൻ പറ്റും, അത് ടാലന്റാണ്. പക്ഷേ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായ പരിശീലനത്തിലൂടെ ആവർത്തിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കഴിവിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്, കൗശല്യം. അപ്പൊ മോസ്റ്റ് പവർഫുൾ ടെക്നിക്, നിങ്ങളൊരു സക്സസ്ഫുൾ ഡയറക്ട് സെല്ലിംഗ് ലീഡർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ ഒരു ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പാശ്ചാത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതീയ സംസ്കാരത്തില് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന വിഷയത്തിന് ഒരു ആമുഖം ഉണ്ടാവും, ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ആ ആമുഖത്തെ കുറിച്ചിട്ടായിരിക്കും. പിന്നീടാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ കണ്ടന്റിലേക്ക് വരിക. അതിനുശേഷം കൺക്ലൂഷൻ ഉണ്ടാവും. അതിനൊരു ഒരു അവസാന ഘട്ടം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിച്ചിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവായിട്ട് കിട്ടുക. അപ്പൊ ഇന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എന്താണ്, അത് എത്ര രീതിയിലുണ്ട്, അത് ഏതൊക്കെ വ്യക്തി ജീവിതത്തിലും ബിസിനസ് രീതിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടും, അത് നന്നായി മനസ്സിലാക്കിയാൽ
അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും നമ്മളെ എൻഹാൻസ് ചെയ്യാനായിട്ട് അത് എത്രത്തോളം നമുക്ക് സഹായകമാകുന്നതാണ് നമുക്ക് പറയാൻ പോകുന്നത്. സോ സ്ട്രൈറ്റ് അവേ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? കഴിയുന്ന ആൾക്കാർക്കൊന്ന് യെസ് അടിച്ചേ. ഓഡിബിൾ ഓഡിബിൾ അല്ലെ? ഓക്കെ. സോ ഇന്നത്തെ സബ്ജക്ട് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ആശയവിനിമയം ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാന്ന് വിചാരിച്ചാല്, ആശയം കൈമാറാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അയാളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആശയം റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആവുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇബയോട്ടോറിയത്തിനെ കുറിച്ചും മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചും ഒരു പുതിയ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെ നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിന് അത് ഗ്രഹിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മികച്ചതായിട്ട് മാറും. സോ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് ടൈപ്പിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, രണ്ടാമത്തത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരെ കുറിച്ചിട്ടാണ്? നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരെ കുറിച്ചിട്ടാണ്? Can you come up? നിങ്ങളെ കുറിച്ചിട്ടല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നമ്മളോടാണ്, അല്ലെ? സത്യമല്ലേ? നമ്മളെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതിനെയാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് എന്ന് സ്വയം നമ്മളൊന്ന് നിരീക്ഷിക്കണം. നമ്മളോടുള്ള സംസാരം, നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, ഫ്ലൈറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത്, അത് ബൈക്കിലോ കാറിലോ ആയിക്കോട്ടെ, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെ ഒന്ന് സ്വയം നമ്മൾ വിലയിരുത്തണം. ഇതിനെയാണ് നമ്മുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൽഫ് ടോക്ക് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തില് വളരെ വേഗത്തിലെത്തും. മറിച്ച് ആ സെൽഫ് ടോക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അത്ര വേഗത്തിൽ എത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത്, വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളോട് തന്നെ സ്ഥിരം സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തെ സ്വയം നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ആ സംസാരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അയാളുടെ തോട്ട് പ്രോസസ്സിലൂടെയാണ് അയാളുടെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇതാണ് പോസിറ്റീവ് തോട്ട് സൈക്കിൾ എന്ന് പറയുക. പോസിറ്റീവ് തോട്ട് സൈക്കിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോസിറ്റീവ് തോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. യു വാച്ച് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളാണ് പലപ്പോഴും വാക്കുകളായിട്ട് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ നിരീക്ഷിക്കണം. കാരണം നിങ്ങളുടെ വാക്കുകളാണ് പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളെ നമ്മൾ നിരീക്ഷിക്കുക. കാരണം ആ പ്രവൃത്തികളാണ് പുതിയ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത്.
ഒരു ഹാബിറ്റ്സ് കുറച്ചു കാലം നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് അത് നമുക്കൊരു ക്യാരക്ടറായിട്ട് മാറും, നമ്മുടെ എന്താ പറയുക സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുന്നതാണ്. ഇനി അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ക്യാരക്ടറാണ് നിങ്ങളുടെ ലക്ഷ്യം നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ സക്സസ് നിർണ്ണയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തോട്ട് പ്രോസസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ തോട്ട് പ്രോസസ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ നമുക്കും അതിന് നേടാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 50,000-നും 70,000-നും ഇടയ്ക്ക് ചിന്തകള് അദ്ദേഹത്തിന് ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ ശിരസിലൂടെ കടന്നു പോകുന്നുള്ളതാണ്. ഇതിൽ 80,000-നും 70,000-നും ചിന്തകളിലും 80% നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഭൂരിഭാഗം തോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരിക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവുക നമ്മൾ ചിന്തകളെ ഒരു ഒരു എന്താ പറയുക ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തെ ഒരു പേപ്പറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ പേപ്പർ കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രോപ്പറായി ഫോക്കസ് ചെയ്താൽ ആ പേപ്പറിന് കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ട തോട്ട്സിനെ പ്രോപ്പറായി നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിൽ വളരെ വേഗത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ തോട്ട്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ്സില് കലക്ക വെള്ളം എടുത്തൊരു ഗ്ലാസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കലക്ക വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പാർട്ടായിട്ട് ഒഴിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് കഴിയുമ്പോൾ ആ ഗ്ലാസ്സിലെ കലക്ക വെള്ളം മാറിയിട്ട് അത് തെളിഞ്ഞ വെള്ളമായിട്ട് മാറുകയാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തകളില് നിലവിലെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെയും റിപ്പീറ്റഡ് തോട്ട്സിലേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദിനം പ്രതി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാല് ഓട്ടോമാറ്റിക് നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് വളരെ പോസിറ്റീവായിട്ട് മാറും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ എന്താകുന്നു എന്നുള്ളത് അയാളുടെ തോട്ട് പ്രോസസ്സിനുമായി ബേസ് ചെയ്തിട്ടാണ്. എ മാൻ ഈസ് വാട്ട് ഹി തിങ്സ് ഹി ഈസ് എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യന് മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അതായി തീരുമെന്നുള്ളതാണ്. അപ്പൊ ഈ ബയോട്ടോറിയത്തിലാണ് നിങ്ങൾ സക്സസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്തയിൽ ഈ ബയോട്ടോറിയം ഉണ്ടാവണം, നിങ്ങൾ കുടിക്കുന്നത് ഈ ബയോട്ടോറിയം ആയിരിക്കണം, നിങ്ങൾ കഴിക്കുന്നത് ഈ ബയോട്ടോറിയം ആയിരിക്കണം, നിങ്ങളുടെ സ്ലീപ്പും ഈ ബയോട്ടോറിയത്തിലായിരിക്കണം. യു ഷുഡ് എൻജോയ് ദി ജേർണി എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കും ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റും. സോ തോട്ട് പ്രോസസ്സാണ്. അല്ലേ? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെൽഫ് തോട്ട്സിനെ അല്ലെങ്കിൽ സെൽഫ് ടോക്കിനെ നമുക്ക് എങ്ങനെയാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ലൈഫിന്റെ സക്സസിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്, അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. എന്ത് ചെയ്യുമ്പോഴും മനസ്സ് പൂർണ്ണമായും അതിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക, അതാണ് മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്. ഒരു ചായയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ചായക്ക് വേണ്ടിയ പാത്രം എടുക്കുക, അതിൽ കൃത്യമായിട്ട് ചായക്ക് വേണ്ട അളവിലുള്ള വെള്ളം ഒഴിക്കുക, അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പ്രോപ്പർ അളവിൽ നമ്മളത് ചേർക്കുക, കൃത്യമായ രീതിയിൽ ആ ചായ എത്ര കൃത്യമായ സമയത്ത് അത് തിളക്കുക, അതിനുശേഷം അത് ഫിൽറ്റർ ചെയ്യുക, അത് സ്മെല് ചെയ്യുക, ഓരോ സിപ്പും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഏർപ്പെടുന്ന സമയത്തും മൈൻഡ്ഫുൾ ആയിട്ട് അത് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മൈൻഡ്ഫുൾനെസ് ആണ് തോട്ട്സിനെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. ഈ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾക്ക് തോട്ട് ജേർണലുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് സ്വിംഗ് മെഷീൻ കണ്ടുപിടിക്കാൻ ഒരു വ്യക്തി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അത് സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തില് അദ്ദേഹത്തിന് ഒരു പിക്ചർ കിട്ടുകയാണ്. ഒരു പാമ്പിനെ ഒരു കുന്തം കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീന്റെ ഒരു പിക്ചർ അദ്ദേഹത്തിന് എങ്ങനെയോ അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഉറക്കത്തിൽ ഫ്ലാഷ് ആവാണ്. അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് എഴുതി വെച്ചു, അദ്ദേഹം ചിന്തിച്ചു വെച്ചു. പിന്നീട് ആ ഒരു ആശയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് സ്വിംഗ് മെഷീന്റെ നീഡിലിനകത്തുകൂടി
പിന്നെ എന്താ പറയാ നൂല് കോർത്തുകൊണ്ട് അത് സക്സസ്ഫുൾ ആയിട്ട് ആ സ്വിമ്മിങ് മെഷീൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സഹായിച്ചത്. അപ്പൊ തോട്ട്സ്, ഒരു ചെറിയ ഒരു തോട്ടായിരിക്കാം ഒരു പക്ഷെ നമ്മൾ സക്സസിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് തോട്ട് ജേർണൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു മനസ്സെന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സ്ഥലം മാതിരിയാണ്. ആ വിശാലമായ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ കാര്യമായ പെരുമാറ്റമൊന്നും ഇല്ലെങ്കിൽ അതിലെപ്പോഴും കളകൾ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ കളകൾ ഒരു പറമ്പില് വെറുതെ കിടക്കുന്ന, കൃത്യമായി അതിൽ ഒന്നും ചെയ്യാത്തൊരു പറമ്പിൽ കളകൾ വരുന്നത് പോലെ നമ്മുടെ എംപ്റ്റി ആയിട്ടുള്ള മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആവശ്യമില്ലാത്ത ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് അത് കളകളായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ആ മനസ്സിൽ നിന്ന് ആ കളകളെ നീക്കം ചെയ്തുകൊണ്ട് അപ്പോഴും മനസ്സിനെ എന്താ പറയാ പൂർണ്ണമായിട്ട് എൻഗേജ്ഡ് ആക്കി നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് എന്താ പറയാ തോട്ട് പ്രോസസ്സിനെ കുറെ കൂടി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നാലാമത്തത് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എന്നും നന്ദിയുള്ള ആളാവുക എന്നുള്ളതാണ്. ഒരു നല്ല ചെരുപ്പില്ലാതെ കുറിച്ചിട്ട് എന്നും എന്താ പറയാ പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കാലില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ എന്നും വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ചെരുപ്പ് നല്ല ക്വാളിറ്റി ഇല്ല എന്നുള്ളൂ, പക്ഷെ മറ്റേ വ്യക്തിക്ക് കാല് തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് രുചിക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് മണക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, നല്ല ചുറ്റുപാടുകളുണ്ട്, നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് നല്ല കുടുംബമുണ്ട്. നമുക്കുള്ള എല്ലാ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ്, സെൽഫ് ടോക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാല് സെൽഫ് ടോക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മിറർ പ്രാക്ടീസ് ആണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളില് ഒരു അവബോധമുണ്ട്, ഞാൻ കറുത്തവനല്ലേ, എനിക്ക് പൊക്കമില്ലാത്തവനല്ലേ, എന്റെ കുടുംബ പാരമ്പര്യം ശരിയല്ലല്ലോ, എന്റെ വിദ്യാഭ്യാസം ശരിയല്ലല്ലോ, ഞാൻ മിടുക്കനല്ലല്ലോ. നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് ഉള്ള സ്വയം അവബോധം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ എന്തായിട്ടുള്ള ടോക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയാല് നമ്മൾ എന്നും പറയേണ്ടതാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ സ്മാർട്ടാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ഒരു വിജയിയാണ്, എനിക്ക് നേടാൻ പറ്റും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സ്ഥിരമായി നമ്മളോട് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു നിറവുണ്ടാവും. ഇതിനെയാണ് പോസിറ്റീവ് അഫർമേഷൻ, പ്രതിജ്ഞാവാചകം എന്ന് പറയുന്നത്. സോ നമ്മുടെ സെൽഫ് ടോക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്നുള്ളത്. ഐ എം സ്മാർട്ട്, ഐ എം എനർജറ്റിക്, ഐ എം എൻതൂസിയാസ്റ്റിക്, ഐ എം കോൺഫിഡന്റ്, ഐ ആം എ വിന്നർ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മുഹമ്മദ് അലി, ബോക്സിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലി, അദ്ദേഹം റിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോ കിക്കും അദ്ദേഹം എൻജോയ് ചെയ്യുമായിരുന്നു. ആ കിക്കിൽ അദ്ദേഹം പറയുന്നു, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്. അദ്ദേഹം ജീവിതത്തിലുള്ള ഓരോ കിക്കിലും അദ്ദേഹം തന്റെ ഉള്ളിൽ ആവർത്തിച്ച് അദ്ദേഹം ഉരുവിടുമായിരുന്നു, ഏറ്റവും മികച്ച ബോക്സറാണ് ഞാൻ. അദ്ദേഹം ഏറ്റവും മികച്ച ബോക്സറായി. ക്രിസ്ത്യാനോ റൊണാൾഡോയോട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ മെസ്സി ആണോ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് ചോദിച്ചപ്പോ ക്രിസ്ത്യാനോ പറഞ്ഞു, എന്റെ മനസ്സിൽ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഗെയിമിലും ഏറ്റവും നല്ല ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഗോളുകളും ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളും ഒക്കെ ആവാനായിട്ട് നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്നലെ വരെ നമ്മൾ നമ്മുടെ ടോക്കിനെ ഏത് രീതിയിലാണ് നമ്മൾ നിരീക്ഷിച്ചത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ സെൽഫ്